സാജിയോ, നമ്മൾ ഇന്ത്യയിൽ പിന്നെ ഗുജറാത്തിലേക്കാണ് ഈ പാഴ്സി എന്ന് പറയുന്ന സമൂഹം എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ പാഴ്സി എന്ന് പറയുന്ന ഈ വിഭാഗം ആളുകൾ ഭയങ്കര ഒരുപാട് യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ച ആളുകളാണ്. ഇവരങ്ങനെ ഗുജറാത്തിലേക്ക് വരുന്നവർ അന്ന് ഗുജറാത്തിൽ രാജാവായിട്ടുണ്ടായിരുന്ന ജാഡി റാണ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ആ രാജാവിനോട് ഇവർ ഭയങ്കരമായിട്ട് സഹായ അഭ്യർത്ഥന നടത്തി. പക്ഷെ രാജാവിനറിയാം ഇവർ ഈ പാഴ്സി സമൂഹം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഭയങ്കര ദരിദ്രരാണ്, വെറുതെ രാജ്യത്തിന് കുറേ ദാരിദ്ര്യം കൂട്ടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ജാഡി റാണ എന്ന് പറയുന്ന രാജാവ് എന്ത് ചെയ്തു, ഇവർക്ക് ഇവിടെ അഭയം നൽകാൻ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു പാത്രം നിറയെ പാല് കൊടുത്തയച്ചു ഈ പാഴ്സിയുടെ നേതാവിന്. അപ്പം പാഴ്സി നേതാവ് ആ പാല് നിറഞ്ഞ ആ പാത്രം കൈപ്പറ്റി. അങ്ങനെ പാഴ്സി രാജാവിന് മനസ്സിലായി രാജാവ് ഇതാണ് ഉദ്ദേശിച്ചതൊക്കെ. അപ്പോൾ ഈ പാഴ്സി രാജാവ് എന്താ ചെയ്തതെന്ന് അറിയും, ഈ പാലിൽ കുറച്ച് പഞ്ചസാര മധുരം ചേർത്തു. എന്നിട്ട് ആ പാല് തിരിച്ചയച്ചു. തിരിച്ചയച്ചതും രാജാവ് ഈ പാഴ്സി സമൂഹത്തെ ആ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി അനുവദിക്കുകയാണ്. ശരിക്കും എന്തായിരിക്കും ആ പാലിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് ആ പാഴ്സി നേതാവ് കൊടുത്ത മറുപടി? ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ ജീവിതത്തിൽ ആളുകൾ നല്ല ബന്ധങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ മധുരമുള്ള ബന്ധങ്ങൾ കൂടുമ്പോൾ ഒരിക്കലും എന്താവുന്നില്ല, നമ്മൾ പ്രശ്നത്തിലാവുന്നില്ല. അതായത് പാഴ്സി നേതാവ് ശരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം, ഇതിൽ കുറേ പഞ്ചസാര ചേർത്തുകൊണ്ട് പാല് പുറത്തേക്ക് തുളുമ്പിയിട്ടൊന്നുമില്ല. എന്താ സംഭവിച്ചാൽ ആ പാലിൻ്റെ മധുരം കൂടുകയാണ് ചെയ്തത്. അപ്പം നല്ല ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ കുറേ ബന്ധങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നടന്നത് ഭയങ്കര പണിയാണ്. വീട്ടിൽ കുറേ ആളുണ്ട്, അത് പറ്റൂല, നമുക്ക് അണുകുടുംബങ്ങളിലേക്ക് ഇങ്ങനെ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ശരിക്കും എന്ത് ചെയ്താൽ മതി, നമുക്ക് ബന്ധങ്ങളെ ശരിക്കും എന്താണ്, ബന്ധങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ മധുരമുള്ള പാലായിട്ട് നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഈ പാഴ്സി രാജാവ് ശരിക്കും നമ്മളോട് പഠിപ്പിക്കുന്നത്.